അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ 3 ഐറ്റംസാണ് ഇപ്രാവശ്യം പരിചയപ്പെടുത്തുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബും അതുപോലെ കമൻസും തരിക. ഓൾറെഡി സബ് ചെയ്തവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടമായാൽ സബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് പോർട്ടബിൾ ഇലക്ട്രോണിക് സ്കെയിലാണ്. പലതരത്തിലുള്ളതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതുപോലെ ഓൺലൈനിലും. ഞങ്ങളിത് റിവ്യൂസൊക്കെ നോക്കിയതിന് ശേഷം വാങ്ങിച്ചതാണ്. ഇത് WHA08 എന്നാണ് പ്രോഡക്റ്റ് നെയിം. ഇതിൽ 2 ബാറ്ററി ഇതിൻ്റെ കൂടെ കിട്ടിയിരുന്നു. അതിൻ്റെ ചാർജ് തീർന്നത് കൊണ്ടാണ് നമ്മൾ പുതിയത് യൂസ് ചെയ്യുന്നത്. ഇത് ടെയർ ഓപ്ഷൻ ഉള്ളത് തന്നെയാണ്. മറ്റു സ്കെയിലുകൾ പോലെ തന്നെ ടെയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും എല്ലാവർക്കും. നമ്മൾ ഏതിൽ വെച്ചാണോ തൂക്കുന്നത് അതിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് ഒറിജിനൽ വെയിറ്റ് കാണിക്കുന്നതാണ്. അതുപോലെ നമുക്കത് റീസെറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഈ ബട്ടണിലൊക്കെ പ്രസ് ചെയ്താൽ മതിയാവും. ബാറ്ററി ഇങ്ങനെ ഇടുക, സാധാരണ എല്ലാത്തിലും ഇടുന്ന പോലെ തന്നെ, എന്നിട്ട് ഓൺ ആക്കുക. ടെയർ ഓപ്ഷൻ ആദ്യം ഉണ്ടെങ്കിൽ അതൊന്ന് റീസെറ്റ് ചെയ്യാൻ ഒന്നുകൂടി പ്രസ് ചെയ്യുക. പിന്നെ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഔൺസ് ആണെങ്കിലും OZ, പിന്നെ കിലോഗ്രാമിൻ്റെ kg, അങ്ങനെയൊക്കെ. ടെയർ ഓപ്ഷൻ വേണമെങ്കിൽ റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഹാൻഡിൽ നല്ല സ്ട്രോങ് ആണ്, മടക്കി വെക്കാം, ഒതുക്കി വെക്കാവുന്നതാണ്. അതുപോലെ ഹുക്കും നല്ല സ്റ്റൈലിഷും, അതുപോലെ നല്ലൊരു ഒതുക്കി വെക്കാം, മടക്കി വെക്കാം. പറഞ്ഞാൽ നമുക്കൊരു പോക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ബാഗിൻ്റെ സിബിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ചെറിയൊരു ബോക്സിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനുള്ളതാണ് ഇത്, ഈ പോർട്ടബിൾ ഇലക്ട്രോണിക് സ്കെയിൽ. ഇതിൻ്റെ മാക്സിമം എന്ന് പറയുമ്പോൾ 50 കിലോഗ്രാം വരെ ഇതിൽ നമുക്ക് തൂക്കി തിട്ടപ്പെടുത്താവുന്നതാണ്. നല്ലൊരു സ്ക്രീനും അതുപോലെ നല്ലൊരു എന്താ പറയുക, ഡിസൈനൊക്കെ സ്മാർട്ട് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾക്കിത് ഇഷ്ടമായതാണ്. അതുപോലെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന് തന്നെയാണ്. എൻ്റെ പേര് വി ഹെങ് അങ്ങനെ എന്തോ ആണ് ഉച്ചരിക്കുന്നത്. ഏതായാലും നല്ലൊരു പ്രോഡക്റ്റാണെന്നേ പറയാനുള്ളൂ കേട്ടോ. ഇതിൻ്റെ പല ടൈപ്പ് വേറെ കമ്പനികളും ഇറക്കിയിട്ടുണ്ട്. നമ്മളിത് മേടിച്ചിട്ടൊരു 6-7 വർഷമായിട്ടുണ്ട്. പിന്നെ കേടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിങ്ങനെ മടക്കിയിട്ടൊക്കെ വെക്കാം, എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് എന്ന് പറയുമ്പോൾ അടുത്തതൊരു കട്ട്ലറി ഹോൾഡറും സ്റ്റാൻഡും ആണ്. അതും നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ മേടിച്ചത്. ഇതിൻ്റെ വില പറഞ്ഞല്ലോ 284 കൂടിയതും കിട്ടും. ഇനി അടുത്തത് ഇതാണ് പറഞ്ഞ നേരത്തെ കട്ട്ലറി ഹോൾഡർ ആൻഡ് സ്റ്റാൻഡ്. ഇത് 3 ഹോൾഡറിൻ്റെ ആണ്. 2ൻ്റെയും കിട്ടാണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഹോൾഡർ മാത്രമായിട്ടും കിട്ടാണ്ട്, സ്റ്റാൻഡ് മാത്രമായിട്ടും കിട്ടാനുണ്ട്. ഇതിന് 380 മറ്റോ ആയിരുന്നു. കുറഞ്ഞ വിലയുടെയും കിട്ടും, കൂടിയതും കിട്ടും. ഏതായാലും നല്ലൊരു ഐറ്റമാണത്. സ്റ്റാൻഡിനും ഏകദേശം അത്ര തന്നെയായിട്ട്, അപ്പോൾ രണ്ടും ചേർന്നിട്ടൊരു 700 രൂപയായിട്ടുണ്ടാവും. അടുത്തത് ഹാമർ കമ്പനിയുടെ മോക്ക പോട്ട്, അതായത് എസ്പ്രെസോ മേക്കറാണ്. നല്ല കട്ട കാപ്പി നല്ല കടുപ്പത്തിലൊന്ന് കുടിക്കണം തോന്നിയാൽ ഇതിലുണ്ടാക്കിയാൽ മാത്രം മതി. ഒരൊറ്റ പ്രാവശ്യത്തിൽ നിങ്ങൾക്ക് 3 കപ്പ് കാപ്പി വരെ കുടിക്കാൻ പറ്റും. അത് നല്ല സ്ട്രോങ് ആയിരിക്കും. ഒന്ന് നേർപ്പിക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്താൽ മാത്രം മതിയാകും. നല്ല ബ്യൂട്ടിഫുൾ, അതായത് ബ്ലാക്ക് കളറിലാണ്, നല്ല സ്ട്രോങ് ആണ്. ഇത് മേലത്തെ ചേമ്പർ, ഇവിടെയാണ് കാപ്പി തിളച്ച് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് അടിയത്തത് വിത്ത് ഫിൽറ്റർ. ഈ മേലത്തെ ഭാഗം ഒരു കപ്പ് പോലെ തന്നെയാണ്. അതിലൊരു നോബുണ്ട്, ഇത് കണ്ടില്ലേ? ഈ നോബിലൂടെയാണ് അടിയത്തെ വെള്ളം കാപ്പിപ്പൊടിയിൽ തട്ടി ആ നോബിലൂടെ പുറത്തേക്ക് വന്ന് കാപ്പി അവിടെ എന്താ പറയുക കളക്ട് ചെയ്യും. ഇത് അടിഭാഗം, നല്ല ഉറച്ച അടിഭാഗമാണ്. നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കാണിക്കേണ്ട. അതിന് ആദ്യം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. പെട്ടെന്ന് കാപ്പി റെഡിയാവും. നമുക്ക് ചൂടുവെള്ളം, ആ സേഫ്റ്റി വാൽവ് ഉണ്ട്, ഒരു സേഫ്റ്റി വാൽവ് കാണിച്ചു തരാം.
അവിടെ വരെ മാത്രമേ വെള്ളം നിറയ്ക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ ഫിൽറ്റർ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഗ്രൗണ്ടഡ് കോഫി, അതായത് തരിയോട് കൂടിയുള്ള കാപ്പിപ്പൊടി വേണം യൂസ് ചെയ്യാൻ. മറ്റ് പൗഡർ ആകുമ്പോൾ താഴേക്കൊക്കെ പോയിട്ട് ആകെ നാശമാവും, നല്ല രീതിയിലുള്ള കാപ്പി നമുക്ക് കുടിക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഈ തരിയോടെയുള്ള കാപ്പിപ്പൊടി വേണം നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ. നമുക്ക് കാപ്പിപ്പൊടി ഇതിൽ നിറച്ച് കൊടുക്കാം. 3 പേർക്കുള്ള കാപ്പിയാണ് കേട്ടോ. നമുക്ക് പഞ്ചസാര ഇടാതെ ഇത് കുടിക്കാൻ പറ്റില്ല, അത്രയും സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് എങ്ങനെ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ആക്കിയെടുക്കാം. ആദ്യം ഇത് ആക്കിയെടുത്തതിന് ശേഷം നേർപ്പിക്കണമെങ്കിൽ നേർപ്പിക്കാം. നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിൽ വെക്കുമ്പോൾ, സ്റ്റവിൽ വെക്കുമ്പോൾ ഒരു ചെറിയ സ്റ്റാൻഡ് വേണ്ടി വരും. കാരണം ഇതിൻ്റെ ബേസ് ചെറുതായത് കാരണം നമ്മൾ ഈ സ്റ്റാൻഡും കൂടി വാങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ എക്സ്പ്രസോ മേക്കർ വയ്ക്കാം. എന്നിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കാം. അങ്ങനെ തീ കത്തിയിട്ട് വെള്ളം അങ്ങോട്ട് തിളച്ച് ഈ താഴത്തെ പിന്നെ വാട്ടർ ടാങ്കിൽ നിന്ന് കാപ്പിപ്പൊടിയുള്ള ഫിൽറ്ററിൻ്റെ അതിൽ വന്നിട്ട് തട്ടി പിന്നെ മേലത്തെ നോബിലൂടെ വന്ന് കളക്റ്റ് ആവണതാണ്. ആ ചേമ്പറിൽ ഈ ചെറിയ മേലത്തെ കപ്പിൽ കളക്റ്റ് ആവും. കണ്ടില്ല, മേലത്തെ ആ നോബിൽ കണ്ടില്ല, തള്ളി തള്ളി വെള്ളം വരുന്നതും കാപ്പി വരുന്നതും നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇതൊരു പ്രത്യേകതരം ഇൻവെൻഷൻ എന്ന് തന്നെ പറയാം. നല്ലൊരു കാപ്പി കുടിക്കണമെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് ഒരു 5-6 പേർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത്രയും കട്ടൻ കാപ്പി ആയിരിക്കും ഇത്. നല്ല സ്റ്റൈലിഷ് കളറും അതിൻ്റെ ബോഡി ഷേപ്പും ഒക്കെ നല്ലതാണ്. ഇതിന് ഒരു 3499 രൂപ. ഇതാണ് കേട്ടോ സേഫ്റ്റി വാൽവ്. ഇവിടം വരെയാണ് വെള്ളം നമ്മൾ നിറയ്ക്കേണ്ടത്. അപ്പോൾ 3500 രൂപയോളമാണ് ഇതിൻ്റെ MRP. പക്ഷേ 780 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് ഓൺലൈനിലൂടെ. ഇതിലെങ്ങനെയാണ് ഈ കാപ്പി ഉണ്ടാകുന്നതെന്നുള്ള പിക്ചർ ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് കാപ്പിപ്പൊടി ബാക്കിയാണ്, പക്ഷേ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, നമ്മൾ കാപ്പിപ്പൊടി ചെടിക്കൊക്കെ ഇടാം. പക്ഷെ നമ്മൾ പിന്നെയും കാപ്പിപ്പൊടി തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് അതൊരു പോയിസണായിട്ട് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരുത്തിത്തരും. കണ്ടില്ലേ, ഇതിലത്തെ വെള്ളമൊക്കെ ഈ കാപ്പിപ്പൊടി തട്ടിയിട്ട് മേലത്തെ ചേമ്പറിൽ വന്ന് നിറഞ്ഞ് നമുക്ക് അസലൊരു കാപ്പി ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ കാപ്പിപ്പൊടി നമുക്ക് ചട്ടിയിലോട്ട് എവിടെയെങ്കിലും ഇടാം. ഇതിൻ്റെ സീരിയൽ നമ്പർ HLPL 127021 ആണ് കേട്ടോ. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ www.hammeronline.in പോയാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പൂർണ്ണ വിവരങ്ങൾ കിട്ടും. നമുക്ക് പഞ്ചസാര ഇല്ലാതെ കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതാണ് പഞ്ചസാര ചേർക്കുകയാണ്. നല്ല ഉഗ്രൻ കട്ടൻ കാപ്പിയാണ് കേട്ടോ. അല്ലെങ്കിൽ info@hammeronline.in കിട്ടും. പിന്നെ ഫോൺ നമ്പറൊക്കെ ബോക്സിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. ഏത് വിധേനയും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിത് മേടിച്ചിട്ട് ഒരു 2-3 വർഷമായി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഇതിനെപ്പറ്റി കാണിക്കാമെന്ന്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. നല്ലൊരു ഐറ്റം എന്ന് തന്നെ പറയാം. ഏതൊരു കിച്ചണിന് യൂസ്, അതുപോലെ യാത്ര പോകുന്നവർക്ക് ഏറ്റവും യൂസ്ഫുള്ളാണ്. നമുക്ക് എപ്പോൾ ഒരു കാപ്പി കുടിക്കണം എന്ന് തോന്നുന്നു, അതായത് ഉറക്കമൊക്കെ പോകാൻ ബെസ്റ്റാണല്ലോ കാപ്പി. അപ്പോൾ പെട്ടെന്ന് തന്നെ കാപ്പി റെഡിയാക്കി തരുന്ന ഒരു മോക്ക പോട്ടാണിത്. എങ്ങനെയാണിത് വർക്ക് ചെയ്യണമെന്നുള്ളത് ആ ബോക്സിൽ കാണിച്ച ആ പിക്ചറാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻസായി പറയാൻ വേണ്ട, ഒട്ടും മറക്കാതെ കമൻസ് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.